എന്നെയും നിങ്ങളെയും കാണുകയാണ്, കേൾക്കുകയാണ്. നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ തന്നെ നാം അറിയുന്നതിന്റെ മുമ്പേ നമ്മെ സൃഷ്ടിച്ചവനായ അല്ലാഹു റബ്ബുൽ ആലമീൻ അറിഞ്ഞു കഴിഞ്ഞു. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ മേന്മകളും അവന്റെ വിശേഷണങ്ങളും അവന്റെ കഴിവുകളും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശാലമായ അറിവ്, ആ അറിവ്, അതുപോലെ തന്നെ അവന്റെ കേൾവി, അതുപോലെ തന്നെ അവന്റെ കാഴ്ച, അതുപോലെ തന്നെ അവന്റെ നിയന്ത്രണം, അതുപോലെ തന്നെ അവന്റെ അറ്റമില്ലാത്ത നിലക്ക് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയുള്ള ഖുദ്റത്തുകൾ, കഴിവുകൾ, അതൊക്കെയുള്ളത് കൊണ്ടാണ് നാം അല്ലാഹു റബ്ബുൽ ആലമീനിനെ സംബന്ധിച്ച് അവന് ഒരുപാട് വിശിഷ്ടമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ നാമങ്ങളും അല്ലാഹുവിന്റെ മഹത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സമീആണെന്ന് പറയുമ്പോ എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും കേൾവിക്ക് പരിധികളുണ്ട്. ഒരു മറക്കപ്പുറത്തുള്ളത് കേൾക്കാൻ സൃഷ്ടികൾക്ക് കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദൂരപരിധിക്കുള്ളിലുള്ളതല്ലാതെ ഒരു സൃഷ്ടിക്ക് കേൾക്കാനോ കാണാനോ സാധാരണ കഴിയുന്നില്ല. അതേ അവസരത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അറ്റമില്ലാത്ത കേൾവിയുടെ ഉടമയാണ്, അറ്റമില്ലാത്ത കാഴ്ചയുടെ ഉടമയാണ്, അറ്റമില്ലാത്ത അറിവിന്റെ ഉടമയാണ്, അറ്റമില്ലാത്ത കഴിവിന്റെ ഉടമയാണ്. ആ നിലക്ക് എല്ലാം കാണുന്ന ഒരാള്, ആ നിലക്ക് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് അവനെ പോലെ യാതൊന്നുമില്ല. അവനെ പോലെ എന്ന് പറയാൻ അവൻ മാത്രമേയുള്ളൂ. അല്ലാഹനെ പോലെ എന്ന് പറയാൻ ഈ ലോകത്ത് ഒരാളുമില്ലെങ്കിൽ അല്ലാഹനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറയാൻ കൊള്ളുമോ? അല്ലാഹനെ പോലെ കാണുന്നവരുണ്ടെന്ന് പറയാൻ കൊള്ളുമോ? അല്ലാഹനെ പോലെ അറിവുള്ളവരുണ്ടെന്ന് പറയാൻ കൊള്ളുമോ? അല്ലാഹനെ പോലെ കഴിവുള്ളവരുണ്ടെന്ന് പറയാൻ കൊള്ളുമോ? ഇല്ലേ, ഇല്ല. അതുകൊണ്ട് അതിന്റെയൊക്കെ കുത്തക അല്ലാഹുവിനാണ്. അവനാണ് അതിന്റെയൊക്കെ അധികാരി, അവനാണ് അതിന്റെയൊക്കെ മാലിക്. അവനല്ലാതെ അതൊന്നും ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തെ എത്ര കാലം ഏത് രൂപത്തിലുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും നടത്തിയാലും അവനൊരു ക്ഷീണം പോലും സംഭവിക്കുന്നില്ല, ഒരു മയക്കം പോലും അവന് ബാധിക്കുന്നില്ല, ഉറക്കമോ മയക്കമോ അവന് ബാധിക്കുന്നില്ല. നമ്മളൊക്കെ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ഓതൽ സുന്നത്തായ ഒരായത്താണല്ലോ ആയത്തുൽ കുർസി. ഉറങ്ങുന്നതിന്റെ മുമ്പേ നമ്മൾ ഓതൽ സുന്നത്തായ ഒരു കാര്യമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ഓരോ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന മഹത്തായ ആയത്ത് നാം പാരായണം ചെയ്യാറുണ്ട്. വേറെയും പല ആയത്തുകളും സൂറത്തുകളും നമുക്ക് ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്യാനുണ്ട്. പല ദിക്റുകളും ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലാനുണ്ട്. അങ്ങനെ ദിക്റുകളും ദുആകളും ഒക്കെ ആയിട്ടാണല്ലോ നാം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ നാം ചൊല്ലി വരാറുള്ള മഹത്തായ ആയത്തായ ആയത്തുൽ കുർസിയിൽ അല്ലാഹു എന്തേ ഇത്ര മഹത്വം നിറച്ചു വെച്ചത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനൊഴികവരാരാധ്യനില്ല, അവനൊഴികവരാരാധ്യനില്ല. എന്തേ കാരണം? അൽ ഹയ്യുൽ ഖയ്യൂം, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നും ജീവിച്ചിരിക്കുന്നവനെ ഇലാഹാകാൻ പറ്റൂ, എന്നും ജീവിച്ചിരിക്കുന്നവനെ റബ്ബാകാൻ പറ്റുകയുള്ളൂ, എന്നും ജീവിച്ചിരിക്കുന്നവനെ ആരാധ്യനാകാൻ കൊള്ളുകയുള്ളൂ. എന്നും ജീവിച്ചിരിക്കുന്നവനെ സൃഷ്ടികളുടെ കാര്യങ്ങൾ അറിയാനും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയൂ. അതുകൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണവൻ.
എല്ലാത്തിന്റെയും നിയന്താവാണവൻ. അവന്റേതല്ലാത്ത ഒന്നും ഈ ലോകത്തില്ലല്ലോ. ഇവിടെയുള്ള സർവവും അവന്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവനുള്ളതാണ് എന്ന് ശേഷം പറയുന്നുണ്ടല്ലോ. അതിന്റെ ഇടക്കല്ല ഒരു കാര്യം പറയുന്നുണ്ട്, ലാ തഅഖുദുഹു, അവനെ പിടികൂടുന്നതല്ല, ഈ അള്ളാനെ ബാധിക്കുന്നതല്ല. സിനത്തും വലാ നൗം, ഒരു മയക്കം അവനെ ബാധിക്കുന്നതല്ല. വലാ നൗമുൻ, ഒരു ഉറക്കവും ബാധിക്കുന്നവനല്ല. എന്തേ കാരണം? ഇലാഹു ഒന്ന് മയങ്ങാൻ പോയാൽ അടിമകൾ പിന്നെ ആരോട് പ്രാർത്ഥിക്കാനാണ്? മയങ്ങിയവനോട്, തൂങ്ങി ഉറങ്ങുന്നവനോട് കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? അയാൾക്കത് മനസ്സിലാകുമോ? ഇലാഹായ റബ്ബൊന്ന് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ വിളിച്ചു തേടുമ്പോ ആ ശബ്ദം എങ്ങനെ കേൾക്കാനാണ്? അവരുടെ പ്രശ്നം എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഇലാഹിനുള്ള ന്യൂനതകളാണ്. ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്നവൻ ഇലാഹാകാൻ കൊള്ളില്ല. മയങ്ങുന്നവൻ ഇലാഹാകാൻ കൊള്ളില്ല. ഇനി കുറെ പണിയെടുത്ത് ക്ഷീണിച്ചാലോ ആകാശഭൂമികളുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് റഹ്മാനായ റബ്ബുൽ ആലമീൻ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം. ഈ ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിച്ച് സംരക്ഷിച്ചു പോരുന്നതിന്റെ പേരിൽ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അവൻ അത്യുന്നതനാണ്, മഹാനാണ്. ഇങ്ങനെ വിശദമായി ആയത്തിൽ കുർസിയിൽ അല്ലാഹു തആല പറയുന്നു. ആ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ആരാണിവിടെ മയങ്ങാത്തവർ? ആരാണിവിടെ ഉറങ്ങാത്തവർ? ആരാണിവിടെ മരിക്കാത്തവർ? ആരാണിവിടെ അധ്വാനിച്ചാൽ പണിയെടുത്താൽ ക്ഷീണമില്ലാത്തവർ? ആരെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാളുമില്ലെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും കുറ്റപ്പെടുത്തലാണോ? അങ്ങനെ ആരുമില്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും മോശപ്പെടുത്തലാണോ? ഒരിക്കലും അല്ല കേട്ടോ. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ അത്യുത്തമരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരിൽ പ്രസിദ്ധരായ ഉലുൽ അസ്മുകൾ 5 ആളുകളാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഒക്കെ നേതാവാണ്. അല്ല, സർവ സൃഷ്ടികളിലും അത്യുത്തമനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം മഹത്വത്തിലെത്തുന്ന ഒരു സൃഷ്ടി ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? ഒരിക്കലും ഇല്ലേ ഇല്ല. ലോകം കണ്ട ഏറ്റവും ഉത്തമനായ സൃഷ്ടി, ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ സൃഷ്ടി, അത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിന് രണ്ടഭിപ്രായമില്ലല്ലോ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മയക്കം ബാധിച്ചിട്ടില്ലേ? അവിടുന്ന് ഉറങ്ങിയിട്ടില്ലേ? അവിടുത്തേക്ക് ക്ഷീണമുണ്ടായിട്ടില്ലേ? അവിടുന്നും ഈ ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായി പോയിട്ടുണ്ടല്ലോ. എങ്കിൽ അത്യുത്തമനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അവിടുത്തെ അറിവിന് പരിധി ഉണ്ടായിരുന്നു, അവിടുത്തെ കേൾവി ശക്തിക്ക് പരിധി ഉണ്ടായിരുന്നു, അവിടുത്തെ കാഴ്ച ശക്തിക്ക് പരിധി ഉണ്ടായിരുന്നു, അവിടുത്തെ കഴിവുകൾക്ക് പരിധിയും പരിമിതികളും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിച്ച സഹാബിമാരായ പുരുഷന്മാരും സഹാബാ വനിതകളും. സഹാബാ വനിതകളിൽ പ്രസിദ്ധരല്ലേ നമ്മുടെ ഉമ്മമാര്? നമ്മുടെ ഉമ്മമാരെന്ന് പറയുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സർവവിശ്വാസികളുടെയും ഉമ്മമാരെന്നറിയപ്പെടുന്നവരാരാണെന്നറിയില്ലേ? നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാര് തന്നെ. ആ ഉമ്മമാരും വലിയ മഹതികളാണ്. നിങ്ങൾ നോക്കൂ, അവരുടെയൊക്കെ കാഴ്ചയുടെ പരിധി, അവരുടെയൊക്കെ കേൾവിയുടെ പരിധി, അല്ലാഹുവിനെ പോലെ അവർക്ക് എല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് എല്ലാം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് എല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അവർക്ക് എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? ആരെയാണ് ഈ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നത്? ആരോടാണ് ഈ പക തീർക്കുന്നത്? ആരോടാണ് ഈ വിദ്വേഷം വെച്ച് പ്രകടിപ്പിക്കുന്നത്? ഇത് ഈ ദുനിയാവിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തുമൊക്കെ വിശ്വസിച്ചത് എന്താണ്?